മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേണമെങ്കിൽ ഏറ്റവും സുന്ദരമായൊരു പ്രദേശമായിരുന്നു മുണ്ടക്കൈ തോന്നുന്നു. ഇപ്പോൾ അവിടെ പോയി കാണുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആ ഒരു നോർമലായ ബോഡികളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ബാക്കിയൊക്കെ തന്നെ അറ്റുപോയ ശരീരഭാഗങ്ങളുമായിട്ടാണ് നമ്മളെ മുൻപിലെത്തിയിട്ടുള്ളത്. നമ്മളെ കൂടെ നടന്ന നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളൊക്കെ തന്നെ ആ രൂപത്തിൽ നമ്മളെ മുൻപിൽ കാണുമ്പോൾ വിഷമമുണ്ട്. 2024 ജൂലൈ 30 എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മോർച്ചറിയിലേക്ക് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 പുത്തുമല ഉരുൾപൊട്ടിയ സമയം, ആ ഒരു സമയമൊക്കെ നമ്മളെ മുൻപിലുണ്ടെന്ന് കൊണ്ടുവന്ന ബോഡികളൊക്കെ തന്നെ നേരെ മേപ്പാടി PHCയിലേക്കായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരനുഭവം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദുരന്തം നടന്ന മേഖലയിൽ പിന്നെ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെ റെസ്ക്യൂ ടീം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും തന്നെ ഉണ്ടാകുമല്ലോ. പക്ഷെ ഒരു മോർച്ചറി എന്ന് പറയുന്നത് അതല്ലല്ലോ. അപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണ് ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം ചൂരൽമലയും കല്യാണം കഴിഞ്ഞ് പിന്നീട് താമസിച്ചത് മുണ്ടക്കൈയിലൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ, അവിടെയാണ് ഇത്രയും വലിയൊരു ദുരന്തം നടന്നത്. അപ്പം എന്തായാലും അവിടെ ഇങ്ങനെ മരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ആ ബോഡികളൊക്കെ നേരെ കൊണ്ടുവരിക മേപ്പാടി PHCയിലേക്കാണ് എന്ന് അറിയാം. അതിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം 2019 ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നേരെ മോർച്ചറിയിലേക്ക് പോയത്. പിന്നെ തുടർച്ചയായ 11 ദിവസം മോർച്ചറിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ബോഡികളെ. തിരിച്ചറിയാന്ന് പറയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാലോ, ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന ഏരിയയിൽ നിന്നാണ് ബോഡികളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ പിന്നെ നോർമലായ ബോഡികളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ബാക്കിയൊക്കെ തന്നെ അറ്റുപോയ ശരീരഭാഗങ്ങളുമായിട്ടാണ് നമ്മളെ മുൻപിലെത്തിയിട്ടുള്ളത്. അവരുടെ അടുത്ത് കൂടുതൽ ഇടപഴകിയ ഒരാൾ എന്നുള്ള നിലക്ക് നമ്മളൊരാളെ കാണുമ്പോൾ ഒരു ഹായ് പറഞ്ഞ് പോകുന്നതിനപ്പുറം അവരുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ വാർഡിലെ മെമ്പറും അവിടുത്തെ ADSഉം കുടുംബശ്രീ പ്രവർത്തകയും വാർഡ് മെമ്പറും ആശാ വർക്കറും ഒക്കെ ആയിട്ട് അവിടെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ജനിച്ച് വളർന്നൊരു നാടുമാണല്ലോ. അപ്പോൾ അവിടുത്തെ ആളുകളെ എന്നും നമ്മൾ 4-5 തവണയായിട്ടൊക്കെ ഒരാളെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. വേറെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു രൂപത്തിലായിരുന്നില്ല അധികം ആളുകളും. പക്ഷേ എന്തോ അന്നത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബോഡികളൊക്കെ തന്നെ തിരിച്ചറിയാതെ പോകരുത് എന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും അത് ഇപ്പം നേരത്തെ കണ്ടവരായിരിക്കും, പരിചയപ്പെട്ടവരായിരിക്കും. ആ ഒരു ഇതുണ്ടാവില്ലേ, ഓരോ ബോഡി തിരിച്ചറിയുമ്പോഴും ഇവരാണോ, ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇതോട് കൂടി ആയിരിക്കില്ലേ ഈ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും. രാവിലെ ഇപ്പോൾ ദുരന്തം നടന്നു എന്ന് രാത്രി അറിയുന്നു. രാവിലെ നമ്മൾ നേരെ മോർച്ചറിയിലേക്ക് പോകുന്നു. അതായത് ഹോസ്പിറ്റലിലെത്തി. ഞാനൊരു ആശാ വർക്കറും കൂടെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു നിമിഷം നമ്മളിങ്ങനെ പകച്ചു, എവിടേക്കാണ് പോകേണ്ടത്, ക്യാമ്പ് പോകണോ, ആളുകളെ കാണാൻ വേണ്ടി പോകണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയില്ല മോർച്ചറിയിലേക്ക് പോകാം. അങ്ങനെ മോർച്ചറിയിലെത്തി അവിടെ ബോഡികൾ വരാൻ തുടങ്ങി. ആ സമയത്ത് അന്നത്തെ നമ്മളെ മെഡിക്കൽ ഓഫീസറും നമ്മളെ HI സാറൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്നുകൊണ്ട് വേണ്ട ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മളെ കൂടെ പിറന്ന ആളുകളാണല്ലോ അവരെല്ലാവരും. അങ്ങനെയാണ് മോർച്ചറിയിൽ നിൽക്കുന്നത്. പിന്നെ വരുന്ന ബോഡികളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി ശരീരഭാഗങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളെ കൂടെ നടന്ന നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളൊക്കെ തന്നെ ആ രൂപത്തിൽ നമ്മളെ മുൻപിൽ കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളൊക്കെ തന്നെ അവിടെ വന്നിട്ട് ഓരോ ബോഡി വരുമ്പോഴും അവരെ ആളുകൾ അതിലുണ്ടോയെന്നറിയാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ആ ഒരു തീരുമാനം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡികളൊക്കെ തന്നെ തിരിച്ചറിയാതെ പോകരുത്. മാക്സിമം നമുക്ക് പറ്റുന്ന ആ വീട്ടുകാരെക്കാളും ഒരു പക്ഷേ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. കാരണം വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഒന്നാമത് ഇത്രയും വലിയൊരു ദുരന്തം നടന്ന രാവിലെയാണ് ഇവരൊക്കെ മോർച്ചറിയിൽ എത്തിയിട്ട് ഈ ബോഡികൾ വരുന്നതും നോക്കി അവരെ ആളുകളുണ്ടോയെന്നും നോക്കി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ മാനസികാവസ്ഥ മനസ്സിലാവും.
ആ സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ പോലത്തെ ആളുകളുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ചെയ്തതാണ്. എല്ലാ വിഭാഗക്കാരും വയസ്സുള്ളവരുണ്ടാവും, കുട്ടികളുണ്ടാവും. ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നി. തീർച്ചയായിട്ടും എല്ലാവരെ കാണുമ്പോഴും നെഞ്ചു പൊട്ടി. അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മക്കളൊക്കെ ആ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. ഇനിയിപ്പോൾ പ്രായമായ ആളുകളാവട്ടെ, അവിടെ പ്രായത്തിനേക്കാളും പ്രധാനം അത്രയും വലിയൊരു ദുരന്തത്തിൽ പെട്ട ആളുകളാണല്ലോ. അപ്പോൾ അവർ വരുന്ന രൂപം കാണുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞത് പല ഇതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ഞാൻ അന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ കമ്മൽ അല്ലെങ്കിൽ വളകൾ അല്ലെങ്കിൽ ഈ ഒരു മറുക് പോലും തിരിച്ചറിഞ്ഞു എന്നൊക്കെ അന്ന് മോർച്ചറിക്ക് മുന്നിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെയായിരുന്നില്ലേ അല്ലേ? ആണ്. അവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഇപ്പോൾ നമ്മളെപ്പോലെ ഒരാളെ അവിടെ പൂർണ്ണമായിട്ട് കാണുന്നില്ലല്ലോ. അവരെ പല ശരീരഭാഗങ്ങളും നഷ്ടപ്പെട്ട ഒരുപാട് പരിക്കുകളോടുകൂടി എത്തുന്ന ബോഡികളാണ്. അപ്പോൾ അവരെ നമ്മൾ ആ ഒരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തന്നെ കാണുക. അവിടെയാണ് നമ്മൾക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞതും. അവരെ ചില ആളുകളുടെ നഖം അല്ലെങ്കിൽ എന്താ പറയുക, നെയിൽ പോളിഷ് ഉൾപ്പെടെ അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നഖമാണെങ്കിലും മുടിയാണെങ്കിലും പിന്നെ ഓരോരോ അടയാളങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞത്. ഓരോ മനുഷ്യൻ്റെയും കുറേ ആളുകൾ നമ്മളെ മനസ്സിൽ പതിഞ്ഞ ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ തന്നെ നമ്മൾ ഒരു ബോഡി കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അവരെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറേ സമയം എടുത്തുകൊണ്ട് തന്നെയാണ് അവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബന്ധുക്കളൊക്കെ കണ്ടിട്ട് സംശയം പറയുമ്പോൾ അവർക്ക് സംശയം തോന്നിയാലൊക്കെ അവർ ഒന്നുകൂടെ നമ്മളെ വിളിച്ചുകൊണ്ട് ഉറപ്പ് വരുത്തിയിരുന്നു. അതുപോലെ ബന്ധുക്കൾ തിരിച്ചറിയാതെ പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഒന്ന് നോക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരും അപ്പോഴാണ് തിരിച്ചു പോയ ആളുകളും ഇത് നമ്മളെ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞതും. ഇപ്പം ആ 11 ദിവസം മോർച്ചറിയിലായിരുന്നു. അതിനുശേഷം ശരിക്കും ഉറങ്ങാൻ വേണ്ടി പറ്റുമോ വീട്ടിൽ വന്നതിന് ശേഷം? സത്യം പറഞ്ഞാൽ ആ 11 ദിവസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചതിലും അധികം അംഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കിട്ടാത്ത ആളുകളൊക്കെ തന്നെ വളരെ ദുഃഖത്തോടെ മോർച്ചറീൻ്റെ പരിസരത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവരെയും കൂടെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നിന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരാളെ വേർതിരിക്കാനില്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് അവിടെ നിന്ന് ചെയ്തു. പക്ഷേ പിന്നീട് നമുക്ക് ഓരോ ദിവസം വളരെ വിഷമം ഉണ്ടാക്കുന്നത്, ഓർക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ് അതൊക്കെ. അന്ന് എങ്ങനെയാണ് നമ്മളത് ചെയ്തത് എന്ന് നമുക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്കറിയില്ല അന്ന് എനിക്കത് എങ്ങനെയാണ് ചെയ്യാൻ കഴിഞ്ഞത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 30 ഉച്ചയോടുകൂടി കുറേ അധികം ബോഡികൾ വരാൻ തുടങ്ങി. ആ സമയത്ത് അന്ന് അവിടുത്തെ എൻ്റെ കൂടെ തന്നെ 12ാം വാർഡ് മെമ്പറായ സീനത്തിന് ഞാൻ ഫോൺ ചെയ്യുകയാണ്, എവിടെയുള്ളത് ഒന്നും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആളും കൂടെ നമ്മളെ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പിന്നെ മോർച്ചറിയിൽ നിന്നത് ചെയ്തൊക്കെ. അന്ന് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് വിഷമം കൂടി വരും. നമുക്ക് ഒരുപാട് ആളുകളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്ത ആളുകളൊക്കെ തന്നെ ഇന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ഓർക്കുക അവരെ. അപ്പോൾ അവരില്ലല്ലോ. അത് ഒരവസ്ഥയാണ്. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. ആ ഒരു വർഷം തികയുമ്പോൾ അന്നുണ്ടായതിനേക്കാളും വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അന്നും നമ്മളിങ്ങനെ അവിടെ നിന്ന് ബോഡികൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പോലീസുകാരൊക്കെ തന്നെ നമ്മളെ സഹായം തേടി. ഓരോ ബോഡികൾ വരുമ്പോഴും അവർ ഫസ്റ്റ് തിരയുക നമ്മളെ ആയിരിക്കും എവിടെയെന്ന് വെച്ചിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ബോഡി വരുന്നത് 4 ഇടങ്ങളിലാണ്. ഒന്ന് MSA ഓഡിറ്റോറിയം, പഞ്ചായത്തിൻ്റെ ഹാള്, നമ്മളെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂള് മേപ്പാടി. അപ്പോൾ ഈ 4 ഇടങ്ങളിലായിട്ട് ബോഡി വരുന്ന സമയത്ത് ചിലപ്പം ഓരോ കുടുംബത്തിലെ ആളുകൾ നമ്മളെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വിളിക്കും, സ്കൂളിൽ നിന്ന് വിളിക്കും. അങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇല്ലാത്തൊരു വിഷമം, അത് ആ സമയത്ത് നമുക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അതിൽ എൻഗേജഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അത് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നേ ഇല്ല ആ ഒരു അവസ്ഥ. ഒരു വർഷമായാലും ഒന്നും ഒരു പൊടി പോലും മറക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അന്നത്തെക്കാളും കൂടുതൽ വിഷമം ആണിപ്പോൾ. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കത് നമ്മളൊരു ഉത്തരവാദിത്വം കൂടെയാണ് അവരൊപ്പം നിൽക്കണം എന്നുള്ളതും നമുക്ക് അവർക്ക് വേണ്ടി ഏറ്റവും അവസാനം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടെയാണല്ലോ അത്. അപ്പോൾ അന്ന് നമ്മൾ അതിലങ്ങനെ എൻഗേജഡ് ആയെങ്കിൽ ഇന്ന് ഓരോ നിമിഷം, അന്നും നമ്മളവിടെ അങ്ങനെയൊക്കെ തിരക്കിലാണെങ്കിലും
എന്താ പറയുക, ചില ബോഡികളൊക്കെ നമ്മളെ മുൻപിലെത്തുമ്പോൾ ഒരുപാട് സങ്കടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ തീർക്കുന്നത് ഒരുപക്ഷെ രാത്രി വീട്ടിലെത്തിയിട്ടോ അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് മാറി നമ്മൾ കരഞ്ഞ് നമ്മളെ സങ്കടം തീർത്തിട്ടാണ് വീണ്ടും മോർച്ചറിയിലേക്ക് കയറിയിട്ടുണ്ടായത്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഒരു സെക്കൻഡ് പോലും അത് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. അന്നത്തെക്കാളും വിഷമം ഓരോ ദിവസം ഈ വാർഷികത്തോടനുബന്ധിച്ച് വരുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നമുക്കത് അംഗീകരിക്കാനേ കഴിയുന്നില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, ഇത്രയും ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും. ചുരൽമലക്കും മുണ്ടക്കൈക്കെല്ലാം പോയിട്ട്, അതായത് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പം ആ നാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാം. അപ്പം ഇപ്പം ആ നാടില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ആ ഒരവസ്ഥ. ഒരുപാട് തവണ പോയിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലാണ്. ആ ക്വാർട്ടേഴ്സ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാറുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് തവണ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞതിന് ശേഷവും പോയിട്ടുണ്ട്. പിന്നെ ചൂരൽമല സ്കൂൾ റോട്ടിലാണ് എൻ്റെ കുടുംബം മുഴുവൻ താമസിക്കുന്നത്. അവിടെയാണ് എനിക്കും വീട് പണി ഉണ്ടായതും. അപ്പോൾ ആ ഒരു ഏരിയ ഒന്നും നമുക്ക് നമ്മളെ ലൈഫിൽ മറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. പോയ സമയം എന്നൊക്കെ പറയുന്നത് അവിടെ പോയി കാണുമ്പോൾ പിന്നെ നമുക്ക് ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണിപ്പോൾ. ഒരു ശ്മശാന ഭൂമിയായിട്ട് മാറിയിട്ടുണ്ട് ചൂരൽമല. സത്യം പറഞ്ഞാൽ ആളുമില്ല, അനക്കമില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേണമെങ്കിൽ ഏറ്റവും സുന്ദരമായൊരു പ്രദേശമായിരുന്നു മുണ്ടക്കൈ തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെ പോയി കാണുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആ ഒരു മേലേക്ക് അങ്ങോട്ട്, സ്കൂളിൻ്റെ മേലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുണ്ടക്കൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മെമ്പറായി വന്നതിന് ശേഷം സ്മാർട്ട് സ്കൂളാക്കിയ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ സ്കൂളിനെയും അവിടുത്തെ ആളുകളെയൊക്കെ അത്ര അധികം സ്നേഹിച്ചിരുന്നു. അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇനിയിപ്പം പുനരധിവാസ കേന്ദ്രത്തിലേക്കാണോ എന്താ വീട് ഒരുങ്ങുന്നുണ്ടോ, എന്താ അവസ്ഥ? ടൗൺഷിപ്പ് കുഴപ്പമില്ലാതെ പണികൾ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പോയിരുന്നു. കുഴപ്പമൊന്നുമില്ല, പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ആഗ്രഹിച്ചത് ടൗൺഷിപ്പിൽ അവിടെ ജീവിച്ച ആളുകളൊപ്പം തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ടൗൺഷിപ്പിൽ തന്നെ വീട് മതി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതും. അതെ, തീർച്ചയായിട്ടും അവരെ കൂടെ ബാക്കിയുള്ള ആളുകളോടെ ബാക്കി സമയം ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തിയോ സംഘടനയോ ഒക്കെ തരുന്ന വീട് മേടിച്ച് വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി ജീവിക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യം അവരെ ഇടയിൽ അവരായിട്ട് ജീവിക്കാൻ തന്നെയാണ്. അപ്പം ഇപ്പോഴും സുരക്ഷിതമാണോ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലകൾ? മുണ്ടക്കൈ ചൂരൽമല ഒരിക്കലും സുരക്ഷിതമല്ല. 2020-ലും 2019-ലൊക്കെ ഉരുൾപൊട്ടലുണ്ടായൊരു മേഖലയാണല്ലോ. ആ ഒരു സ്ഥലം ഇപ്പോഴും സുരക്ഷിതമല്ല. ഇനിയും അത് പൊട്ടി വരും. ഇനിയും ഈ വർഷം അടുത്ത വർഷം എന്നല്ലെങ്കിലും മുണ്ടക്കൈയിൽ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യത, ഈ പൊട്ടിയെടുത്തുനിന്ന് തന്നെ ഇനിയും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളരിമല വില്ലേജ് തന്നെ സേഫ് അല്ല എന്നാണ് ഞാൻ പറയുക. വെള്ളരിമല വില്ലേജിൽ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല ഒരിക്കലും, കള്ളാടി വരുന്ന പ്രദേശമൊന്നും ഒരിക്കലും സേഫല്ല. അവിടുത്തെ ആളുകളെയൊക്കെ ഇപ്പോഴല്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ടെങ്കിലും മാറ്റി പാർപ്പിക്കണം എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. കാരണം ആ ഒരു ഏരിയ ഇപ്പോഴും നല്ല ഭീഷണിയുള്ള ഒരു ഏരിയ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരു ആശങ്കയുണ്ട്, കൂടുതൽ മഴ വരുമ്പോൾ ഉൾപ്പെട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ഈ പഞ്ചായത്ത് അധികൃതരോ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ 2019-ലായാലും 2020-ലായാലൊക്കെ അസാധ്യമായ മഴ കണ്ടപ്പോൾ, സാധാരണയിൽ നിന്നും മാറി മഴ കണ്ട സമയത്തൊക്കെ നേരത്തെ ക്യാമ്പുകളൊക്കെ തുടങ്ങിയ ആളുകൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2024-ലും അതുപോലെ ഒരു ക്യാമ്പുകൾ ഒക്കെ തുടങ്ങിയ ആളുകളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോൾ ചുരൽമലയിലേക്ക് പോകണോ അല്ലെങ്കിൽ മുണ്ടക്കയിലേക്ക് പോകണമെന്ന്, ഇനിയിപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് അത് നോർമലി ആവുമെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് ഭയമുണ്ട്, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, പേടിയാണെന്ന്. അല്ല, ഇപ്പോൾ ജോൺ മത്തായി കമ്മീഷൻ്റെ റിപ്പോർട്ട് ഒക്കെ കണ്ടു കാണുമല്ലോ നിങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ 50 വർഷത്തേക്ക് ഉരുൾപൊട്ടില്ല എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെയൊന്നല്ലല്ലോ. ആ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് എപ്പോഴും ഒരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ആളുകൾ മുൻപോട്ട് പോകേണ്ടത്. 2019 പുത്തുമല പൊട്ടി, 2020 മുണ്ടക്കൈ പൊട്ടി, 1984 മുണ്ടക്കൈ പൊട്ടി.
അപ്പോൾ ഇങ്ങനെ നിരന്തരം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണത്. ആളുകൾ എല്ലാവർക്കും ഇപ്പോൾ ഇത്രയും അവരെ കൂടപ്പിറപ്പുകൾ, ഇത്രയും നാട്ടുകാരും കൂടപ്പിറപ്പുകളും സ്നേഹിതരും അയൽവാസികളും ഒക്കെ ആയ ആളുകളാണല്ലോ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട പ്രദേശത്തേക്ക് ആളുകളോട് ഇനി തിരിച്ചു പോകണം, അവിടെ സേഫാണെന്ന് ആര് പറഞ്ഞാലും, ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും ആളുകൾ അങ്ങോട്ട് പോവില്ല. കാരണം അവർക്ക് അവരെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഒക്കെ പറയുന്നത് അവരെ സേഫാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ആരും ഇനി ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സ്ഥിതിക്ക്, ചൂരൽമല പൊട്ടിയപ്പോഴും പുത്തുമല പൊട്ടിയപ്പോഴും മുണ്ടക്കൈ പൊട്ടിയപ്പോഴൊക്കെ ഇല്ലാത്തൊരു പേടി ഇപ്പോൾ 2024 ഉരുൾപൊട്ടലുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനും പേടിയുണ്ട്. അവിടുത്തെ ആളുകളൊക്കെ തന്നെ ആശങ്കയിലാണ് ഇപ്പോഴും കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം സർക്കാർ സംവിധാനത്തിന് ഇത്രയും ആളുകളെ പുനരധിവാസം ഒറ്റയടിക്ക് നടത്താനൊന്നും കഴിയില്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ചൂരൽമല, അട്ടമല, മുണ്ടക്കൈക്കാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പുത്തുമലയാണെങ്കിലും മുണ്ടക്കൈ ആണെങ്കിലും ചൂരൽമലയാണെങ്കിലും കള്ളാടി ആണെങ്കിലൊക്കെ ഒരു ഭീഷണി ഏരിയ തന്നെയാണത്. ചൂരൽമലയുടെ സമീപത്തുള്ളവർ പോലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പോലും 30 വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട് മാത്രമേ ആൾക്കാർ താമസിക്കുന്നുള്ളൂ, എല്ലാവരും പോയി. അത്രത്തോളം ഭീതിയിലാണ്, സമീപപ്രദേശത്ത് ഉള്ളവർ പോലും ഭീതിയിലാണ്. ഒരു ചെറിയ ഒരു ദുരന്തമല്ലല്ലോ നടന്നത്, അത്രയും വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് ഞാനവിടെ പോയി താമസിക്കില്ലല്ലോ. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രദേശത്ത് എന്ത് വിശ്വാസത്തിലാണ് ആളുകൾ തിരിച്ചു പോവുക? അതുകൊണ്ട് ആളുകൾ ആ ഒരു ഭീതി ആളുകളിൽ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. ജീവനെ പേടിയില്ലാത്ത ആളുകളൊന്നും ഇല്ലല്ലോ.